മായ അവഗണനയെക്കുറിച്ചുള്ള നമ്മുടെ ഹൃദയവിലാപം അവരുടെ മുമ്പിൽ ഒരു പ്രതിഷേധജ്വാലിയായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ നാം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടിക്കയിലെയും പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്നതിന് പകരം അവരെ കൂടുതൽ പരീക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. വികസന രംഗത്ത് കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥമായ ഫെഡറൽ ബാധ്യതയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അതിനെതിരായ സമീപനം നിരന്തരമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നാഷണൽ ഹൈവേ വികസനവുമായി ഒരു സംസ്ഥാനവും നൽകേണ്ടി വന്നിട്ടില്ലാത്ത കോൺട്രിബ്യൂഷനാണ് ഏതാണ്ട് 5800 കോടിയോളം രൂപ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് നീക്കിവെച്ചുകൊണ്ട് മാത്രമേ കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനം സാധ്യമാകൂ എന്നിടത്തേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നികുതി പിരിച്ചു കൊണ്ടുപോയി കേന്ദ്ര വിഹിതം അവിടെ കുന്നുകൂട്ടുമ്പോഴും സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം നൽകാത്ത സ്ഥിതിവിശേഷം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഷാന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളവും തമിഴ്നാടും അതുപോലെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് പ്രാദേശിക ഭാഷകളും സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സാഹചര്യം കൂടി സംജാതമായിരിക്കുകയാണ്. ഈ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് വായിക്ക് തോന്നുന്നതെല്ലാം കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെയുള്ള നിലപാടുമായി ധാർഷ്ട്യത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായുള്ള വലിയ പ്രതിഷേധത്തിലാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ വൈകിയ വേളി ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായുള്ള ഈ സമര പോരാട്ടം ഇന്നൊരു തുടക്കം മാത്രമാണെങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇത് ഒരു കൊടുങ്കാറ്റായി ആളിപ്പടരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും മുഴുവൻ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.